viewers, you're watching me on Flowers and this is me, Faustina here. നമ്മുടെ കൂടെ ഇന്ന് ജങ്കാർ എന്ന മൂവിയുടെ കുറെ അധികം വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചി, റീനു ചേച്ചി, നമ്മുടെ സ്വന്തം ശരത് ഏട്ടൻ ആൻഡ് ശബരി ചേട്ടൻ. അപ്പൊ നാലുപേർക്കും വെൽക്കം ടു ദ ഷോ. ശ്വേത ചേച്ചിയുടെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആരെന്ത് പറയണതും ബോധറയില്ല, ഇപ്പം ആൾക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട കാര്യമില്ല, അവരെന്ത് വിചാരിച്ചാലും എനിക്ക് പുല്ലാണെന്നുള്ള സാധനം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റാണ്. അപ്പൊ ഇന്ന് ഇന്റർവ്യൂവിൽ വരുമ്പോൾ തുടങ്ങുമ്പോൾ അത് വെച്ചാൽ തുടങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണോ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് നമ്മൾ നടന്ന ഒരു റോഡാണെങ്കിലും ഇടവഴിയാണെങ്കിലും നടക്കുമ്പോൾ പട്ടികളുണ്ടാവും, അവര് കുരയ്ക്കും, കടിക്കാൻ പേടിപ്പിക്കും, കടിക്കാൻ വരും. നമ്മൾ പേടിച്ചാൽ മാത്രമേ അത് കടിക്കുള്ളൂ, അല്ലാതെ അത് കുറച്ച് പാവം തളർന്ന് വേറെ എവിടേക്കോ കുരയ്ക്കാൻ പോകും. ശരിക്കും അങ്ങനെ പറയാനുള്ള ഒരു ഇനീഷ്യലി അങ്ങനത്തെ ഒരു ഗട്ട്സ് ആണെന്ന് ചേച്ചിക്ക് വന്നു ശരിക്കും? മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒബ്വിയസ്ലി എന്റെ അല്ല, ബേസിക്കലി എന്റെ എയർഫോഴ്സ് അപ്ബ്രിങ്ങിങ് ആണ്. അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു, ഒറ്റ കുട്ടിയാണ്. ഒബ്വിയസ്ലി ആ ഒരു അറിയാതെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരും എന്ന് വിചാരിച്ചിട്ടല്ല, ഒറ്റ കുട്ടി ആയതുകൊണ്ട് അച്ഛന്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ദാറ്റ് ഐ ഷുഡ് ബി വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ്. അല്ല, സ്ട്രോങ്. ബോൾഡ് എന്ന് പറഞ്ഞാല് ഐ എം നോട്ട് എ ബോൾഡ് പേഴ്സൺ. അത് ആൾക്കാർ പറയുന്നത് ഓൺലി ബിക്കോസ് ഞാൻ വോയിസ് ഔട്ട് ചെയ്യുന്ന ആള് ആയതുകൊണ്ട്. വെറുതെ ഞാൻ കുരയ്ക്കാറില്ല, ഞാൻ കടിക്കണ പട്ടിയാണ്. അങ്ങനെ തന്നെയാ. സൈലന്റ് ആയിട്ട് കടിക്കും. അതെ, അപ്പൊ നമ്മൾ പറയുമ്പോ ഒരു പ്രാവശ്യമേ പറയുള്ളൂ, അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ. എനിക്ക് അങ്ങനെ ഒന്നും പറയണ അതില്ല. പിന്നെ ഞാൻ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. പറയണേ ഇത് എനിക്ക് പറയണെങ്കിൽ ഞാൻ ആളെ വിളിച്ചിട്ടാ പറയാ, ഏതാളാണെങ്കിലും. സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആള് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഹാസ് നോ ധൈര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫേസ് ടു ഫേസ് പറയാനുള്ള ഗട്ട്സ് ഉണ്ട്. ഫേസ് ടു ഫേസ് നോ ബിക്കോസ് അതുകൊണ്ട് അത്ര സ്ട്രോങ് ആയ ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ യെസ് ഐ ആം എ സ്ട്രോങ് പേഴ്സണാലിറ്റി. നമ്മുടെ പോസ്റ്റ് നോക്കിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടല്ല, എല്ലാവരുടെയും എക്സ്പ്രഷൻസ് ഈ പറഞ്ഞ കുറച്ച് ദേഷ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാശിയൊക്കെയാണ്. പക്ഷെ രേണു ചേച്ചിക്ക് മാത്രം ഈ പറഞ്ഞ ചിരി ഉണ്ടായില്ലാത്ത. അപ്പൊ അതെന്തെങ്കിലും ഒരു ഹിഡൻ, അതെന്തെങ്കിലും സ്റ്റോറി ലൈൻ പറഞ്ഞു പോണതാണോ? അങ്ങനെ അങ്ങനെ കഥാപാത്രത്തിൽ വിളിച്ചിട്ടില്ലല്ലോ. എന്റെ കഥാപാത്രം വളരെ പോസ്റ്ററിൽ നമുക്കൊരു ചെറിയ ചിരി ചേച്ചിക്ക് അത് നോക്കൂ, അതിൽ നമ്മുടെ ജങ്കാറിന്റെ പോസ്റ്ററില്ലേ, പക്ഷെ അത് ഇതിലില്ല. ചേട്ടന്റെ ലുക്കേ മാറി ഭയങ്കരമായിട്ട്. ചേട്ടൻ ശരിക്കും പറഞ്ഞ മൊട്ടത്തല അടിക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യം എന്തായിരുന്നു ഒരു ഫീലിംഗ്? മുടിയൊക്കെ പോണെന്ന് പറയുമ്പോ സാധാരണ ക്യാരക്ടറിന് വേണ്ടിട്ട് മുട്ട അടിച്ചു. അത് പറഞ്ഞപ്പോ തന്നെ അടിച്ചു മുട്ട, ഡെയിലി 10 മുട്ട. ആദ്യത്തെ ഷെഡ്യൂളിൽ മുട്ട അടിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു, രണ്ടാമത്തെ ഷെഡ്യൂൾ മുട്ട അടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. അതുകൊണ്ട് ക്ലാഷ് ആയിപ്പോയി സിനിമ. ഒരു സിനിമക്ക് വേണ്ടിട്ട് ഒരു ക്യാരക്ടർ റിമൈൻഡ് ചെയ്യണം, എന്തും ചെയ്യാനായിട്ട് റെഡിയാണ്. എന്തും ചെയ്യാൻ റെഡിയാണ്. എന്തും ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ആർട്ടിസ്റ്റ് അല്ലേ? അതെ, ചേച്ചി ഇനി എന്ത് ചെയ്യണം മോളെ? അത് ചെയ്തില്ലേ? ഈ ഇന്റർവ്യൂവിന് വേണ്ടി എനിക്ക് എന്താ ഉണ്ടായിരുന്നു? കുട്ടി വരെ പ്രസവിച്ചു. സാധാരണ അങ്ങനെയൊന്നും ഒരു കഥ ആർക്കും ഉണ്ടാവില്ല. എനിക്ക് ആർക്കും ഉണ്ടായിട്ടില്ല ഇതേവരെ. ഇന്ത്യൻ സിനിമയിൽ പുറത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പുറത്തെ കാര്യം കുറച്ച് റിസർച്ച് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്ത്യൻ സിനിമയിൽ 120 വർഷത്തെ ഒരു ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അടിക്കുക മറ്റേ ലാലയുടെ പറഞ്ഞ. ഇപ്പൊ നമ്മുടെ സിനിമയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ജൂലൈ 4th നമുക്ക് റിലീസ് വരുന്നത്. അപ്പൊ ഇതിലത്തെ ടീസർ കണ്ട സമയത്ത് കുറച്ച് റിച്വൽസും കാര്യങ്ങളൊക്കെ ടീസറിൽ ഞാൻ കണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ മൂവിയുടെ ഒരു നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ കുറെ റിച്വൽസിനും കൾച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവി തന്നെയാണോ? അതെ, കൾച്ചർ ഉണ്ട്. തെയ്യമൊക്കെ ഉണ്ടായിരുന്നല്ലേ? കുറെ സർപ്രൈസസ് ഉണ്ട്. പക്ഷെ അങ്ങനെ റിലീജിയസ് അല്ലാതെ സ്പിരിച്വൽ സിനിമയല്ല. നാട്ടും പുറത്ത് ചെറിയ കാര്യങ്ങളാണ് വലുതാവുക. അപ്പൊ അങ്ങനത്തെ ചെറിയൊരു കാര്യം അതെങ്ങനെ ആൾക്കാർ അത് വലിച്ച് അതൊരു വേറെ രീതിയിൽ അത് ഉണ്ടാക്കുക, ആ രീതി. ഒരു ഐലൻഡ്, ആ ഐലൻഡിലേക്ക് 2 ക്യാരക്ടേഴ്സ് വരുന്നു. അവര് വന്നിട്ട് ആ ഐലൻഡിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, അതിനുശേഷം മറ്റൊരു ക്യാരക്ടർ ആ ഐലൻഡിലേക്ക് വരുന്നു. പിന്നെ അവിടെ നടക്കുന്ന ഒരു സർവൈവൽ ആയിട്ടുള്ള കാര്യങ്ങൾ,
പിന്നെ ഒരു ഫിക്ഷനാണ്, അതൊരു കഥയാണ്. റിയാലിറ്റിയിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ സാധിക്കില്ല. വേണമെങ്കിൽ നടക്കാം. നമ്മൾ ഈ നിങ്ങൾ ദയവായി നിങ്ങൾ ദയവായി ഈ തുരുത്തിലേക്ക് വരണം ഞങ്ങൾക്കൊപ്പം, എന്നാൽ മാത്രമേ ആ തുരുത്തുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. Thank you. There is a foe behind everyone എന്ന് പറയുന്നല്ലോ. അപ്പൊ ശരിക്കും ഇതിലത്തെ ഒരു വഞ്ചന ഉണ്ടാവും നമുക്ക്, കാരണം ഒരു ശത്രു എല്ലാവരുടെയും പുറകിലുണ്ടെന്നുള്ളത് ഇപ്പൊ സിനിമയിൽ നിന്ന് അതിന് മാറ്റി നിർത്തിയാലും നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് there is a foe behind everyone എന്നുള്ളത്. മിനിമം ഒരു ശത്രു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, നമ്മൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള. അപ്പൊ ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സിനിമയിൽ എത്രത്തോളം ഒരു 100% ഒബ്വിയസ്ലി അതുകൊണ്ടല്ലേ അത് ടൈറ്റിൽ ഇട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ തമാശ കളിക്കാൻ അല്ല വെറുതെ ആരോ എഴുതി അതോ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ടൈറ്റിൽ there is always an enemy behind everyone അല്ലേ? അതാണ് നമ്മുടെ വളർച്ചയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതന്നെയാണ് നമ്മുടെ ബേസിക്. എല്ലാവരും ജീവിതത്തിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരു ഫോൺ ഡയലാണ് മൂവ് ചെയ്യാൻ പറ്റും. ശത്രു എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തന്നെയാണ് നിർബന്ധമില്ല. ചില സമയത്ത് നമ്മുടെ തോട്ട്സ് ആവാം, നമ്മൾ ചെയ്യണ ഓരോ ആക്ഷൻസ് ആവാം. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ സിനിമ കഥ പറയാനുണ്ടാവും. അങ്ങനെയും ഉണ്ടാവാം, അങ്ങനെയും വേണമെങ്കിൽ ആലോചിക്കാം. that I can be an enemy of myself or I have an enemy of myself. അങ്ങനെ ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ എനിമി നമ്മൾ തന്നെ ആയിരിക്കില്ലേ, കാരണം നമ്മൾ തീരുമാനിക്കണം നമ്മൾ തോക്കണോ ജയിക്കണോ. അതത്രേ ഉള്ളൂ. കറക്റ്റ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. യെസ്, നമ്മൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിലെ എല്ലാ കാര്യങ്ങളും എന്റെ പുറകിൽ നമ്മൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വിശ്വസിക്കുന്ന മാത്രമല്ല, വിശ്വസിക്കുകയല്ല, തിരിച്ചറിയുന്നു. കുറെ ഇന്റർവ്യൂസ് കണ്ട സമയത്ത് എനിക്ക് കുറെ പോയിന്റ്സ് എന്നെ ക്യാച്ച് ചെയ്ത കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഇൻക്ലൂഡിങ് ദാറ്റ്. അപ്പൊ ശരിക്കും ചേച്ചി സെറ്റിൽ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പം ഈവൻ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു സീനിയർ ആക്ട്രസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ ചേച്ചിയിൽ നിന്ന് പഠിച്ചത്? ശ്വേത ചേച്ചി ഉൾപ്പെടെ ഉള്ള ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സീരിയസിൽ ഈ ഒരൊറ്റ കയ്യിൽ എണ്ണാവുന്ന മെമ്പേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊരാളാണ് ശ്വേത ചേച്ചി. ഒരു പുഴയാണ്, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിൻ്റെ ഒപ്പം നമുക്ക് പോവാം, പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ വരും. അപ്പം ചില സമയത്ത് ഈ തടസ്സങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് നീന്തേണ്ടി വരും. അങ്ങനെ നീന്തിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ശ്വേത ചേച്ചി. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. മോർ ദാൻ പ്രൊഫഷൻ. അത് ശരിക്കും ചേച്ചിക്ക് ഇൻസ്പിറേഷൻ സംഭവട്ടാ ശരിക്കും. ചേർത്തേട്ടാ അല്ല, ആ വാക്കുകൾക്ക് അപ്പുറം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾക്ക് അല്ല സത്യമായിട്ടും ആത്മാർത്ഥത. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഞങ്ങൾക്ക് ഈ സിനിമ ജങ്കാർ ഷൂട്ടിംഗ് തുടങ്ങി അവസാനിച്ചു, അതായത് റിലീസാവാൻ പോകുന്നു. അന്ന് മുതൽ ഇനി അങ്ങോട്ടും എപ്പോഴും നമ്മുടെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ നമുക്കൊപ്പം കൂടെ തന്നെയുണ്ട്. ഞാനൊക്കെ എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും എന്താവശ്യമുണ്ടെങ്കിൽ വിളിച്ചാലും ചേച്ചി ഫോൺ എടുക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു വല്ലാത്ത സ്നേഹം, ഒരു അറ്റാച്ച്മെന്റ് ചേച്ചിയായിട്ടുണ്ട്. അത് ഒരു പക്ഷേ മരണകാലം വരെയും കൂടെ തന്നെ ഉണ്ടാവും. എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പൊ ഇവരെല്ലാവരും ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഇവര് സീനിയേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ. സോ എൻ്റെ എക്സ്പീരിയൻസ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മോർ ദാൻ എനിക്ക് ശ്വേത ചേച്ചിയാണ് ഏറ്റവും സീനിയറായിട്ട് എനിക്കൊരു കുറച്ച് പേരോട് പറയാൻ പറ്റുമെങ്കിൽ സേതു ചേച്ചി അങ്ങനെയായിരുന്നു, ഞാൻ സേതു ചേച്ചിയോട് ഇങ്ങനെ വർക്ക് ചെയ്തു, ആ ഒരു രീതിയിൽ എനിക്ക് പറയാൻ പറ്റിയ സേതു ചേച്ചി തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പോയി ചേച്ചിനെ കണ്ടപ്പോൾ ഈശ്വര സീനിയർ ആണല്ലോ, സംസാരിക്കോ മിണ്ടോ, ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭൂമിയാണോ? സോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇത് എന്താ ഇവിടെ സംഭവിക്കണം, അതായിരുന്നു അവസ്ഥ. ഇപ്പൊ എനിക്ക് ചേച്ചിയോട് എനിക്ക് ഇതിനു മുന്നേ ചേച്ചിനെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്കിപ്പോ ചേച്ചിനെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് ഒരു പുതിയ ഫീലോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അത് കംഫർട്ട് ആക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ. അയ്യോ, അത് എനിക്ക് ഭയങ്കര എടുത്ത് പറയണം തോന്നി. പിന്നെ ഞാൻ ഇതുവരെ ചേച്ചിയുടെ മുഖം മാറി കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്ന് വന്നപ്പോഴാണെങ്കിൽ രാവിലെ തൊട്ട് ഞാൻ ഇവിടെ നിന്നിട്ടാ. അപ്പൊ ഞാൻ ഈ നോക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഭയങ്കര പ്ലസന്റ് നീട്ടി നോക്കിയേ. പക്ഷെ അത് ചേട്ടാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്കമാലി ഡയറീസ് ആയിക്കോട്ടെ, ഇതൊക്കെ ജിംകി കമ്മല് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ജങ്കാറിൽ നിൽക്കുക. ഇത് നിങ്ങളൊരു പല പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഒരുമിച്ച് ജങ്കാറിൽ എത്തി. ഈ ഒരു ജങ്കാറിൽ നിൽക്കുമ്പോ ചേട്ടൻ എന്താ ഒരു തിരിഞ്ഞു നോക്കണ സമയത്ത് ഹൗ വാസ് ദാറ്റ് ജേർണി?
തിരിഞ്ഞു നോക്കാൻ പറ്റില്ല മോനെ. ജങ്കാർ മുന്നോട്ട് പോണം, അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോവാ. ജങ്കാർ മുന്നോട്ട് നോക്കുക. നമ്മളെപ്പോഴും മുന്നോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ. അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട കാര്യം. നമ്മൾക്ക് ഇപ്പൊ ചേട്ടൻ ഫസ്റ്റ് ചെയ്ത മൂവി തുടങ്ങി, ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഒന്നുമില്ല, നമ്മൾ എല്ലാ സിനിമകളും ഓരോ പാഠങ്ങളാണ്. അങ്കമാലി ഡയറീസ് തൊട്ട് ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഇറങ്ങിയ അലങ്ക് തമിഴ് പടമാണ്, ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു ജങ്കാർ. അപ്പൊ ഇതെല്ലാം ഓരോ അനുഭവങ്ങളാണ്, ഓരോ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓരോ സിനിമകളും നമുക്ക് തരുന്നത് ഓരോ പുതിയ പുതിയ നല്ല അറിവുകളാണ്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആക്ടേഴ്സ് അല്ലേ, നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ പോലും അറിയാതെ ഡെവലപ്പ് ആവും അല്ലേ. നമ്മൾ ഡെവലപ്പ് ആവണം, അതിനുവേണ്ടി ശ്രമിക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഓരോ ക്യാരക്ടറേയും ഓരോ നമ്മൾ പഠിക്കുന്ന പറഞ്ഞില്ല. ശരിക്കും ഈ ഒരു ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ജങ്കാറിലെ ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? അത് 4-ാം തീയതി കാണാം. കൂടുതലൊന്നും ചോദിക്കേണ്ട, 4-ാം തീയതി കാണാം. ബിക്കോസ് ഒരുപാട് അങ്ങനെ ദ തിങ് ഈസ് നമ്മളെല്ലാവരും എവിടേക്കോ നാട്ടിൻപുറത്തെ ആൾക്കാരാണ്. അപ്പൊ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബോഡി ലാംഗ്വേജസ് എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാവരും കോസ്മോപൊളിറ്റൻ കുട്ടികളല്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ശരിക്കും ഈ പറഞ്ഞ ലുക്സും എല്ലാവരുടെയും ഭയങ്കര ഡിഫറെന്റ് ആണല്ലേ. ഇപ്പൊ ചേട്ടന്റെ മുടിയാണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും വലിയ പൊട്ട്, അങ്ങനത്തെ ഒരു ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഡിഫറെന്റ് ലുക്കാണ് എല്ലാവരുടെയും. അപ്പൊ ശരിക്കും ചേട്ടന് ഇതിനകത്ത് മുടി പഠിച്ചു എന്നുള്ള കാര്യം ഓക്കെ, അല്ലാണ്ട് ഈ ലുക്സിന് വേണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു? ഡയറക്ടർ പറഞ്ഞത് ഡയറക്ടറിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. മനോജിന്റെ ഒരു ഇതില് ഈ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ കളർ മറ്റേ സാരിന്റെ കളർ വരെ മൂപ്പർ തന്നെയാണ് തീരുമാനിച്ചത്. ഓക്കെ, അതൊക്കെ എല്ലാം മൂപ്പർക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു. പിന്നെ നമ്മളല്ലേ ചെറിയൊരു പടം ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ജങ്കാർ ഇസ് എ വെരി സ്മോൾ ഫാമിലി. പക്ഷെ ഇന്ന് നമ്മളെ ഒരു എന്താ പറയാ, ലോകം മുഴുവൻ നമുക്കൊരു നല്ലൊരു സ്വീകരണം തരുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷം പറയുമ്പോ എനിക്കും ഭയങ്കര സന്തോഷം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 4 പേരും നന്നായിട്ട് പാട്ട് പാടുന്നവരാന്നൊക്കെ ഞാനല്ലേ നിർത്തി. ഇപ്പൊ എന്റെ സ്വഭാവം മാറി. വീട്ടിൽ പോകണം. ഇപ്പൊ നേരം ചിരിച്ചോണ്ടിരുന്ന മുഖേരി കാണൂല സ്വഭാവം മാറി. അപ്പൊ ചേട്ടാ, ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്, പൂമര കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നണം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്, പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊടിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ, ആദ്യമായി ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്ന നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്നിട്ട് പറയില്ല, അതാണ് സിനിമ. അതെ, അതാണ് നമ്മുടെ ശബരീഷ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മൂവി, നമ്മുടെ ജങ്കാർ, നമ്മുടെ ജൂലൈ 4th ഓഡിയൻസിലേക്ക് എത്താൻ പോവാ. നിങ്ങളിപ്പോ ഇരിക്കുമ്പോ നിങ്ങളുടെ ഒരു സ്പിരിറ്റും നിങ്ങൾ എത്രത്തോളം അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യം നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താ പറയാനുള്ളത് നമ്മുടെ മൂവി ഇറങ്ങാൻ പോണ ടൈമില്? നമ്മളെല്ലാവരും, നിങ്ങൾ എല്ലാവരോടും ജൂലൈ 4th തിയേറ്റേഴ്സിൽ പോയിട്ട് കാണുക. എല്ലാ സിനിമകളും തിയേറ്റേഴ്സിൽ പോയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ഒരുപാട് ആൾക്കാരുടെ ഒരു ഹാർഡ് വർക്കാണ് ഒരു സിനിമ. ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും ഒരുപാട് ടെക്നീഷ്യൻസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തന്നാൽ മാത്രമേ നമുക്ക് സിനിമകളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരെ തൊഴിൽ അതിന് ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. സോ ജൂലൈ 4th നിങ്ങൾ തിയേറ്റേഴ്സിൽ പോയിട്ട് നമ്മളെ സിനിമ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ദുബായിലുള്ള എല്ലാം മലയാളികളും ബാക്കി എല്ലാ ലാംഗ്വേജ്, എല്ലാം തമിഴും, നമ്മുടെ തമിഴ് ഓഡിയൻസും എല്ലാം, തെലുങ്ക് എല്ലാം ഓഡിയൻസ് എല്ലാവരും, ഹിന്ദി എല്ലാവരും വരണം. നമ്മൾ ജൂലൈ 4th ഈ സിനിമ നിങ്ങൾ അവിടെയും ദുബായിൽ വരെ GCC ലോഞ്ചാണ്. UK-ലും USA എല്ലാ സ്ഥലത്തും ഒരേ സമയത്താണ്. ഐ തിങ്ക് ഒരു ആഴ്ചന്റെ ഉള്ളിൽ. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കാണണം. എന്തായാലും ഫസ്റ്റ് ഞാൻ പോയി കണ്ടിരിക്കും. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങോട്ട് വിളിക്കുന്നു. തിയേറ്റർ തൂക്കട്ടെ. താങ്ക് യു.